നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13 വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന്. കാരണം 2026 ഏപ്രിൽ 1 പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു. ആ ബില്ല് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇന്നലെയാണ് ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പ ഡാറ്റ പുറത്തു വന്നത്. 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത്. ഏതായാലും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ US സന്ദർശനവും ഇന്ന് ഫോക്കസിലുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇനി നമുക്ക് ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. US നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്നലെ പുറത്തു വന്നത്. എക്കണോമിസ്റ്റുകൾ പ്രതീക്ഷിച്ചതിലും ഉയർന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഫെഡറൽ റിസർവ് ഒരു റേറ്റ് കട്ടിലേക്ക് പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് CPI ഇൻഫ്ലേഷൻ ഡാറ്റ കാണിച്ചു തരുന്നത്. ഇന്ന് അവിടെ നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ് പുറത്തു വരാനിരിക്കുന്നത്. ഇന്നലെ ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവന വന്നിരുന്നു. അത് അങ്ങേയറ്റം ശ്രദ്ധേയമായിരുന്നു. കാരണം US പ്രസിഡന്റ് നിരക്കുകൾ കുറയ്ക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പവൽ പറഞ്ഞത് രാഷ്ട്രീയമല്ല, സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാനമാക്കിയാണ് സെൻട്രൽ ബാങ്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയുണ്ടായി. ഇത് നമുക്ക് കാണിച്ചു തരുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, US പ്രസിഡന്റ് രാജ്യത്തിന് പുറത്ത് ഉള്ള നയങ്ങളെക്കുറിച്ച് മാത്രമല്ല, രാജ്യത്തിനുള്ളിലുള്ള നയങ്ങളിലും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് തന്നെയാണ് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം US എക്കോണമിയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 1% ഇടിഞ്ഞു, വിപ്രോ 1.36% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്കും HDFC ബാങ്കും 0.6% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടർ അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്തത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ കേരളത്തിലെ ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് പവന് 63,520 രൂപയാണ്. ഏതായാലും ഒത്തിരിയേറെ വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ഇപ്പോൾ ആ എഡ്യൂക്കേഷൻ ചാനലിൽ ജോയിൻ ചെയ്യാൻ 50% ഡിസ്കൗണ്ട് കൂടി നൽകുന്നുണ്ട്. 1 മാസം, 3 മാസം, 6 മാസം എന്നീ എല്ലാ സ്കീമുകൾക്കും 50% ഡിസ്കൗണ്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യമായി ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം ഇന്നലെ പുറത്തു വന്നിരുന്നു. ജനുവരിയിൽ പണപ്പെരുപ്പം 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 4.31 ആയി കുറഞ്ഞു. പ്രധാനമായും പച്ചക്കറി വിലയിലെ കുത്തനെയുള്ള ഇടിവ് തന്നെയാണ് ജനുവരിയിലെ പണപ്പെരുപ്പം കുറയാനുള്ള കാരണമായത്. ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒരുപോലെ ഉറ്റുനോക്കുന്നത് എന്നായിരിക്കും ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാവുക എന്ന് തന്നെയാണ്. താഴ്ന്ന പണപ്പെരുപ്പം ഏപ്രിൽ മറ്റൊരു RBI നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IIP ഡാറ്റയും ഇന്നലെ പുറത്തു വന്നിരുന്നു. IIP വളർച്ച മന്ദഗതിയിലായി. വ്യാവസായിക ഉൽപ്പാദന വളർച്ച ഡിസംബറിൽ 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.2% ഇടിഞ്ഞു. ഏതായാലും വർദ്ധിച്ചു വരുന്ന ഉപഭോഗ ആവശ്യകതയും അടിസ്ഥാന സൗകര്യ ചെലവുകളും കാരണം ഫാക്ടറി ഉൽപ്പാദനത്തിൽ നേരിയ പുരോഗതി സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട്. വരും മാസങ്ങളിൽ പച്ചക്കറി വിലക്കയറ്റം കുറയാൻ സാധ്യതയുള്ളത് ഇൻഫ്ലേഷൻ കുറയ്ക്കാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ഈ ഡാറ്റ എക്കോണമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. അടുത്തതായി ONGC NTPC ജോയിന്റ് വെഞ്ചർ അയന റിന്യൂവബിളിനെ 19,500 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു. ഇതൊരു വലിയ ഡീൽ തന്നെയാണ്. അദാനി ഗ്രീൻ 2021 SB എനർജി ഇന്ത്യയെ ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ ഇടപാടായി ഇത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ONGCയും NTPCയും നമ്മൾ പ്രത്യേകം ഫോക്കസിൽ വെക്കേണ്ട കമ്പനികൾ തന്നെയാണ്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഹൊനാസ കൺസ്യൂമർ. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 0.5% വർധനവ് മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 26.02 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 6% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 517.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഭാരത് ഫോർജ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 8.4% ഇടിവ് രേഖപ്പെടുത്തി. 346 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 7.4% ഇടിവ് രേഖപ്പെടുത്തി. 2095.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് മുത്തൂറ്റ് ഫിനാൻസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 32.7% വർധനവ് രേഖപ്പെടുത്തി. 1363.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 42.8% വർധനവ് രേഖപ്പെടുത്തി. 2721.4 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. അടുത്തത് PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 49.4% വർധനവ് രേഖപ്പെടുത്തി. 86 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്.
റവന്യൂവിൽ 23.5% വർധനവ് രേഖപ്പെടുത്തി 2435.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് ലാൻഡ്മാർക്ക് കാറാണ്. നെറ്റ് പ്രോഫിറ്റിൽ 37.7% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 11.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 24.6% ഒരു വർധനവുണ്ടായിരിക്കുന്നു. 1195 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് എൻഡ്യൂറൻസ് ടെക്നോളജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 21.1% വർധനവ് രേഖപ്പെടുത്തി 184.4 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 11.6% വർധനവ് രേഖപ്പെടുത്തി 2859.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സുവൻ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 77.3% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 82.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 39.7% വർധനവ് രേഖപ്പെടുത്തി 307.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 76.9% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 188.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 34.4% വർധനവ് രേഖപ്പെടുത്തി. അടുത്തത് RCF ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 615% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 80.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.9% ഇടിവും രേഖപ്പെടുത്തി. അടുത്തത് കൊടാക് മഹീന്ദ്ര ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് റിസൾട്ട് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, IPK ലാബ്സ്, ഇഫ്കോൺസ് ഇൻഫ്ര, കോൺകോഡ് ബയോടെക്, ദീപക് നൈട്രേറ്റ്, ഗോഡ്ഫ്രീ ഫിലിപ്സ്, മണപ്പുറം ഫിനാൻസ്, SJVN, ടെക്സ്മോ പൈപ്സ്, യുണൈറ്റഡ് ബ്രിവറീസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. ഇനി നമ്മുടെ ഓപ്ഷൻ ബേസിക് കോഴ്സിലേക്ക് വരാം. വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് ഓപ്ഷന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ കഴിയുന്ന നല്ലൊരു അവസരമാണ്. വെറും 1000 രൂപ മാത്രമാണ് കോഴ്സ് ഫീ ആയി വരുന്നത്. നമ്മളിൽ ഒത്തിരിയേറെ പേർ ഓപ്ഷൻസിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ധാരാളം പണം കൊണ്ടുപോയി കളയുന്നവരുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവ്വം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും അറിയാത്തതായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ മുകളിൽ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS ഏകദേശം 5000 കോടി രൂപയ്ക്ക് അടുത്ത് സെല്ല് ചെയ്തിട്ടുണ്ട്. 4969 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത്. DIS ആയിട്ട് 5929 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ ഭാഗത്തു നിന്നും അത്ര വലിയൊരു ബൈയിങ് വന്നതുകൊണ്ടാണ് ഇന്നലെ മാർക്കറ്റിൽ ഒരു റിക്കവറിയും കാണാൻ സാധിച്ചത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഒരുവിധം എല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 1.11% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 0.69% നേട്ടത്തിലാണ്. നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,108.50 എന്ന നിലയിലാണ്. 20 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഉടൻ ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകില്ല എന്ന സൂചനകൾ ഇന്നലെ US നിന്നും പുറത്തു വന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റ തന്നതും കൂടാതെ ഫെഡറൽ ചെയർ ജെറോം പവലിന്റെ ഇന്നലത്തെ ചില പ്രസ്താവനകളും US ക്രൂഡ് സ്റ്റോക്ക് പൈലുകൾ ഉയർന്നതും 3 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ശക്തമായി 2% ഇടിവ് ഓയിൽ പ്രൈസുകളിൽ ഉണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.66 പെർ ബാരൽ എന്ന നിലയിൽ 0.41% ഇടിവിലാണ്. WTI ഉള്ളത് $70.88 പെർ ബാരൽ എന്ന നിലയിൽ 0.69% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റിയിലേക്ക് 23,045 26 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു 23,800 മുതൽ 23,780 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാവാൻ സാധ്യതയുണ്ടെന്ന്. ഇന്നലെ കൃത്യമായി തന്നെ 23,798 എന്ന ലോ ടച്ച് ചെയ്തതിന് ശേഷം വളരെ ശക്തമായി നിഫ്റ്റി തിരിച്ചു കയറുകയുണ്ടായി. ഇനി ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ഒരു ലോങ് ലെഗ്ഡ് ഡോജി ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആയത് എന്നതുകൊണ്ട് ഒരു റിവേഴ്സലിനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 23,200 തന്നെയാണ്. ഇന്നത്തെ ഈ സപ്പോർട്ട് സോണിൽ നിന്ന് ചെറിയൊരു ബൗൺസ് ബാക്ക് കിട്ടി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതിലൊരു കൺഫർമേഷനും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ വീക്കാണ് എന്നതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓവറോൾ നിഫ്റ്റി ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്.
കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 22,700 സ്ട്രൈക്കും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,700ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,050 സ്ട്രൈക്കിൽ 54% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. 140% വർധനവാണ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. 23,000 സ്ട്രൈക്കിൽ 39% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡ് കുറച്ചുകൂടി ശക്തമാണ്. 207% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 23,100 സ്ട്രൈക്കിൽ 14% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിൽ 73% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് തന്നെയാണ് നല്ല ശക്തിയുള്ളത് എന്ന് തന്നെയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,479 76 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പിൻ ബാറിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ ലോവർ ലെവലിൽ ആ ഒരു സപ്പോർട്ട് സോണുള്ള 48,950 ലെവലിൽ നിന്നുമാണ് ഒരു ബൗൺസ് ബാക്ക് ലഭിച്ചത്. ഏതായാലും നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിച്ചത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഒരു പുൾ ബാക്കിന്റെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.90 എന്ന നിലയിൽ 0.17% ഇന്ത്യ വിക്സ് ഉയർന്നത്. തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്.